മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ടെമ്പററി കണക്ഷൻ എടുക്കാനുള്ള ബോർഡ് എങ്ങനെയാണ് അതിൻ്റെ വയറിങ് ചെയ്യുന്നത്, ആ ബോർഡ് ഏത് രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്നുള്ള വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പകുതി മനസ്സിലാകാതെ വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ മീറ്റർ വരുന്ന ഒരു ഏരിയ ആണ്. ഇത് നമ്മുടെ ELCBൻ്റെ കൂടെ നമ്മൾ ഐസൊലേറ്ററും വെച്ച് കൊടുക്കാനുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഐസൊലേറ്ററിന് പകരം മെയിൻ സ്വിച്ചാണ് നമ്മൾ വെക്കുന്നത്. ഒരു DP സ്വിച്ചാണ്, ഒരു മോട്ടറിൻ്റെ കണക്ഷൻ ഇതിൽ നിന്ന് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു DP സ്വിച്ച് വരുന്നത്. ഇവിടെ ഒരു പവർ പ്ലഗും വരും. അങ്ങനെയാണ് ഒരു 5-in-1 ഇവിടെ വരും പൈപ്പിന്. ഓക്കെ, പിന്നെ നമുക്കുള്ള ഒരു കിറ്റ് ആൻഡ് ഫ്യൂസ് വരുന്നുണ്ട്. അതേപോലെ ഒരു ഇത് RCCB ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ 4-ൻ്റെ വയറ് 4-ൻ്റെ അല്ല 2.5-ൻ്റെ വയറും അതിൻ്റെ 10-ൻ്റെ ഒരു കോപ്പറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ മെയിൻ സ്വിച്ച് 16 ആംപിയറിൻ്റെ മെയിൻ സ്വിച്ചാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. 16 വേണമെങ്കിൽ 32 വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ആ പവർ പ്ലഗ് നമുക്ക് ഫിറ്റ് ചെയ്യാണ്. അത് അതിൻ്റെ കൂടുതൽ തന്നെ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇതേപോലെ ഇരിക്കുക. കറക്റ്റ് സ്ക്രൂ ഏതിനും കറക്റ്റ് സ്ക്രൂ ഇടാനുള്ള ഹോൾ അതിലുണ്ടായിരിക്കും. മെയിൻ സ്വിച്ചിനായാലും ഇപ്പോൾ ഇത് 16 ആംപിയറിൻ്റെ ആണ്, അതിന് പറ്റിയ ഹോൾ അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് സൈക്കിൾ സ്ക്രൂ ഇട്ടിട്ട് അത് ടൈറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇനി മോട്ടറിൻ്റെ ഒരെണ്ണം വരുമ്പം അതിന് മാത്രമാണ് നമുക്ക് സ്ഥലമില്ലാത്തത്. അപ്പോൾ നമ്മൾ ഡ്രില്ല് വെച്ച് തുളച്ച് നമ്മൾക്ക് റെഡിയാക്കേണ്ടതുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് RCCB ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്ക്രൂ ചെറുതായിട്ടൊന്ന് ഊരുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് അതിൻ്റെ കാണാൻ വയറിങ് ചെയ്തിട്ട് നമുക്ക് ഇടാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് സ്ക്രൂ ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഞാനിപ്പോൾ DP സ്വിച്ച് മോട്ടറിന് വേണ്ടിയുള്ള അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓൾറെഡി ഡ്രില്ല് ചെയ്തു. ഡ്രില്ല് ചെയ്ത് മാർക്ക് ചെയ്ത് എൻ്റെ കറക്റ്റ് എവിടെയാണെന്ന് വെച്ചാൽ ആ ബോർഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ അതും ടൈറ്റ് ചെയ്ത് വെക്കുക. DP സ്വിച്ച് എന്തായാലും നമ്മൾ വേണം. കാരണം നമ്മൾ ടെമ്പററി കണക്ഷൻ എടുക്കുമ്പോൾ ഒരു വീടിൻ്റെ വർക്കിന് വേണ്ടിയിട്ടാകുമ്പോൾ എന്തായാലും നമ്മളൊരു മോട്ടർ അതിൽ വേണം. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ DP സ്വിച്ചിന് വേണ്ട സാധനങ്ങളെല്ലാം ഇതേപോലെ തന്നെ നമ്മൾ സ്ക്രൂ ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പുറകിൽ എല്ലാത്തിനും ഒരു വാഷർ ഇടുന്നത് നല്ലതാണ്. കാരണം നല്ല ടൈറ്റിലിരുന്നോളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി വയറിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കിറ്റ്കാറ്റ് ഫ്യൂസ് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫ്യൂസിൻ്റെ ഒരു എൻഡിൽ നമ്മൾ ഒരു 2.5-ൻ്റെ വയർ നമ്മൾ കൊടുക്കുകയാണ്. ചെറിയൊരു കട്ട് പീസ് എടുത്തിട്ട് ഇത് മീറ്ററിൻ്റെ അങ്ങോട്ടേക്ക് ഇടണം. എന്നിട്ട് ഇത് നമ്മൾ നേരെ ഇനി നേരെ പൊക്കി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ മീറ്ററിൻ്റെ അങ്ങോട്ടേക്ക് ഓർമ്മ കണക്ട് ചെയ്യുകയാണ്. ഇതൊരു മീറ്ററിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ ഓർമ്മ ഇട്ടു. ഇനി നമുക്ക് ഇപ്പുറത്തെ ആ എൻഡിൽ നിന്ന് നമ്മൾ മെയിൻ സ്വിച്ചിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നേരെ മെയിൻ സ്വിച്ചിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുക. ഓക്കെ, മെയിൻ സ്വിച്ചിൻ്റെ അടിയിലേക്ക് നമ്മൾ അതിൻ്റെ ഇൻകമർ കയറ്റിക്കൊണ്ടുവരികയാണ്. ഓക്കെ, ഫേസ് വയർ കറക്റ്റ് അളന്ന് കട്ട് ചെയ്തിട്ട് ശേഷം നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂസ് ഊരിയ ശേഷം ഇതിൻ്റെ കവറിങ് വരുന്നത് ചെറുതായിട്ടൊരു ഒന്ന് ചരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് കിട്ടും. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തോടെ കറക്റ്റ് ഹോളിലിട്ട് നമുക്ക് വയർ ടൈറ്റ് ആക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ന്യൂട്രൽ വയർ കൂടി ഇതിൽ കൊടുത്താൽ മതി. അപ്പം നമ്മൾ ന്യൂട്രൽ ഈ RCCBയിൽ വരുന്ന ന്യൂട്രൽ നമ്മൾ
അതിലെഴുതിയിട്ടുണ്ട് എന്നുള്ളിടത്തേക്ക് നമ്മൾ അതിൻ്റെ ഇൻകമർ മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്ന ഇൻകമർ എന്നാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഒരു കുറച്ച് നീളമുള്ള വയറുകളാണ് നമ്മൾ ELCBയുടെ ഇൻകമറിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ കൊടുക്കുക. ഇനി ഈ ഔട്ടിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകണം? ഔട്ടിൽ നിന്ന് നമ്മൾ നമ്മുടെ എത്ര പോയിൻ്റ് ഉണ്ടോ അതിലേക്കൊക്കെ നമ്മൾ സർക്യൂട്ട് RCCBൻ്റെ ഔട്ടിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനൊരു പവർ കൊടുക്കണം. അതിൻ്റെ ചെറിയ മെഷീനൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ഒരു 6 ആമ്പിയറിൻ്റെ ഒരു ബോക്സ് വരുന്നുണ്ട്, അതിന് ഒരെണ്ണം കൊടുക്കണം. അതേപോലെ മോട്ടറിന് ഒരു ഫേസ് കൊടുക്കണം. അതേപോലെ ആ പവർ പ്ലഗിനും ഒരെണ്ണം കൊടുക്കണം. അങ്ങനെ 3 സർക്യൂട്ടാണ്. അപ്പോൾ അത് 3 നമ്മൾ വയർ 3 പിരിച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ആദ്യമേ നമ്മൾ ന്യൂട്രലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ബ്ലാക്ക് തന്നെ ആയിട്ട് കളർ കോഡ് തന്നെ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അത് ന്യൂട്രൽ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂട്രൽ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഫേസ് വയർ കൂടി, ഫേസും ഇതേപോലെ 3 വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള 3 വയറുകൾ എടുക്കുക. ഓക്കെ, അപ്പം ഒരു വയർ മോട്ടറിനും ഒരു വയർ പ്ലഗിനും ഒരു വയർ നമ്മൾ 6 ആമ്പിയറിൻ്റെ ചെറിയ ഒരു പ്ലഗ് കൂടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 3 സർക്യൂട്ടുകളാണ് നമ്മളിപ്പോൾ പിരിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇതേപോലെ പിരിച്ച ശേഷം നമ്മൾ മടക്കി അതിലേക്ക് ELCBയുടെ RCCBയുടെ ഔട്ടിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ വയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടൊന്ന് കൊളുത്തി വലിക്കുക. കാരണം നമ്മൾ RCCB വെക്കാനുള്ള ഇതിൻ്റെ സ്ക്രൂ ലൂസാക്കിയ ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോടെ നമുക്ക് കയറ്റി ഓർത്തെടുക്കാം. ഓക്കെ, ഇനി താഴേക്ക് ചെരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ക്രൂ ഊരിയ ശേഷം നമ്മൾ ഇതേപോലെ കമത്തുക. ഇനി നമുക്ക് അവിടെ സ്ക്രൂ ഇട്ട് കൊടുത്താൽ RCCB അവിടെ നല്ല ടൈറ്റായിട്ട് നിന്നോളും. ഇപ്പോൾ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഒരു ന്യൂട്രൽ നമ്മൾ ആ പവർ പ്ലഗിൻ്റെ ന്യൂട്രലിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. RCCBയുടെ ഔട്ടാണ് ഞാൻ പറയുന്നത്. ഔട്ട് ന്യൂട്രൽ ഓർന്ന് നമ്മൾ പവർ പ്ലഗിന് കൊടുത്തു. ഒരു ന്യൂട്രൽ നമ്മൾ അതിൻ്റെ ലൈൻ എടുത്തിട്ട് നമ്മൾ പവർ പ്ലഗിൽ സ്വിച്ചിൻ്റെ ടോപ്പിൽ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളതും കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു ലൂപ്പ് ചെറുത് വരാനുണ്ട്. ആ ലൂപ്പാണ് നമ്മുടെ സ്വിച്ചിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ ലൈനിലേക്ക് കൊടുക്കാനായിട്ട് ചെറിയൊരു പീസ് വയർ കൂടി കൊടുക്കണം. ചെറിയൊരു കഷ്ണം വയർ നമ്മൾ ലൂപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മളതും കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു കണക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ന്യൂട്രലും ബേസും കൊടുത്തു. ഇനി വരാനുള്ളത് ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ലൈന് ഉള്ള മോട്ടറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ലൈന് ഒരു ന്യൂട്രലും ഒരു ലൈനും നമ്മളെടുത്തിട്ട് നേരെ മോട്ടറിന് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ
നമ്മളിപ്പോൾ ഡ്രില്ല് ചെയ്തുകൊണ്ട് ചെറിയ ഷാർപ്പ്നെസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ ഓസിൻ്റെ പീസ് വാട്ടർ ലെവലൊക്കെ കൊടുക്കുന്ന നമ്മൾ ഓസിൻ്റെ പീസ് വയറിന് ഒരു പ്രൊട്ടക്ഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വയറ് ഡാമേജ് വരികയില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അകത്തോടെ ഒന്ന് ഇടുക. അത് കഴിഞ്ഞ് അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് കറക്റ്റ് ആ കട്ടിങ് വരുന്ന അവിടെ ആ പൈപ്പ് അവിടെ വെക്കുക. ഇനി നമുക്ക് മോട്ടറിൻ്റെ അടിയിൽ കൊടുക്കുക, കണക്ഷൻ കൊടുക്കുക. മോട്ടർ ഇപ്പോൾ കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഓപ്ഷൻ മാത്രം ഇട്ട് വെക്കുക എന്നുള്ളതാണ്. മോട്ടർ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട് എടുത്ത് കൊടുക്കാം. ഓക്കെ, DP സ്വിച്ചിൽ എഴുതിയിട്ടുണ്ട് മോട്ടർ എവിടെയാണ്, ഫീസ് എവിടെയാണ്. കറക്റ്റ് ആ ടെർമിനലിൽ നമ്മൾ കണക്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ മോട്ടർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ സർക്യൂട്ട് കൂടി കൊടുക്കാം. നമുക്കിത് അടയ്ക്കാം. നമുക്കിനി കൊടുക്കാനുള്ളത് ഒരു എർത്തിൻ്റെ ടെർമിനലാണ്. എർത്തിൻ്റെ എല്ലാ പ്ലഗിൽ നിന്ന് നമുക്കൊരു എർത്ത് വരാണ്ട്, അപ്പോൾ എല്ലാത്തിൻ്റെ എർത്ത് കൂടി ജോയിൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടെന്നിൻ്റെ കോപ്പറിലേക്ക് ജോയിൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ എർത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ വയറുകളെല്ലാം നമ്മൾ ജോയിൻ്റ് ചെയ്ത് ടെന്നിൻ്റെ കോപ്പറുമായിട്ട് നമ്മൾ ഇത് ലൂപ്പ് ചെയ്തെടുക്കുക. ബോഡിക്ക് ഒരു എർത്തും കൊടുക്കുക. മെയിൻ സ്വിച്ചിലെ കണക്ഷൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നല്ലോ, അതേപോലെ ചെയ്യുക. മെയിൻ സ്വിച്ചിൻ്റെ ഉള്ളിൽ നിന്ന് താഴെയായിട്ട് നമ്മൾ ഇൻകമറും ഔട്ട് മുകളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടാണ് അതാണ് നേരെ RCCBയിലേക്ക് വരുന്ന ഇൻകമറായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എർത്തും കൊടുത്തു കഴിഞ്ഞു. ഇതെല്ലാം കൂടി ഇത് ജോയിൻ്റ് ചെയ്യുകയാണ്. ഇത് ജോയിൻ്റ് ചെയ്ത ശേഷമാണ് നമ്മളിനി ഭിത്തിയിൽ വെച്ച് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കൊടുക്കാനുള്ള സർക്യൂട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫ്യൂസൊക്കെ കിട്ടുകയെന്നുള്ളൂ. ഫ്യൂസ് കെട്ടുക. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ എർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കോപ്പറുമായിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് എടുത്ത എർത്ത് ലിങ്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫേസും ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ന്യൂട്രലാണ് കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ ഔട്ട് നേരെ ELCBയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഫ്യൂസും കൊടുത്തു. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മെയിൻ സ്വിച്ച് ഓണായിട്ടാണ് നിൽക്കുന്നത്. മെയിൻ സ്വിച്ചിൽ നിന്നാണ് RCCBയിലേക്ക് വരുന്നത്. RCCBയിൽ നിന്ന് നമ്മൾ ഓരോ സർക്യൂട്ടിലേക്ക് ഓരോ ഡിവൈസിലേക്കും പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ELCB ഓണാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് പുഷ് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഓഫ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മോട്ടറൊന്ന് നോക്കാം. മോട്ടറിൻ്റെ സ്വിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.